ആദ്യം ഞാൻ തെങ്ങുകൾക്ക് കൊക്കോമാക്സ് മരുന്ന് ഉപയോഗിച്ചു. അതിന്റെ ഫലം നല്ലതായതിനാൽ ഞങ്ങളുടെ കൈവശം വാഴത്തൈകളുമുണ്ട്. അതിനാൽ ഈ കൊക്കോമാക്സ് മരുന്ന് ഇതിന് ഉപയോഗിക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല, അവർ അഭിമാൻ മരുന്ന് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്തു. ഇത് ഉപയോഗിച്ചതിനു ശേഷം വാഴയുടെ വളർച്ച വളരെ മികച്ചതായിരുന്നു. ഇലകൾ മുമ്പത്തേക്കാൾ വലുതും പച്ചയുമായിരുന്നു. ഇലകളും ചെറുതായിരുന്നു, ഇപ്പോൾ അവ വലുതായിരിക്കുന്നു. മുമ്പ് തണ്ട് അത്ര വലുതായിരുന്നില്ല, ഇപ്പോൾ അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം തണ്ട് വലുതും ശക്തവുമായി വളർന്നിരിക്കുന്നു. ചെടികളുടെ വളർച്ച നല്ല നിലയിലാണെന്ന് എനിക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഹലോ, എന്റെ പേര് ധാമറായ് സെൽവൻ. ഞാൻ തിരുവാരൂർ ജില്ലയിലെ തിരുതുറൈപ്പൂണ്ടി താലൂക്കിലെ ആതിരാങ്കം ഗ്രാമത്തിൽ നിന്നാണ്. ഇതിനു മുമ്പ് തെങ്ങുകൾക്ക് APKS ഓർഗാനിക്സിൽ നിന്നുള്ള കൊക്കോമാക്സ് മരുന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നു. അത് നല്ല ഫലം നൽകി. എന്റെ വീടിനു ചുറ്റും വാഴത്തൈകളും ഉണ്ടായിരുന്നു. അവയുടെ വളർച്ചയ്ക്ക് എന്തു മരുന്ന് ഉപയോഗിക്കാമെന്ന് ഞാൻ കമ്പനിയോട് ചോദിച്ചു. തുടർന്ന് അവർ അഭിമാൻ മരുന്ന് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്തു. ഇത് ഉപയോഗിക്കുന്നത് നല്ല വളർച്ച നൽകുമെന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ ഞാനും അഭിമാൻ മരുന്ന് ഉപയോഗിച്ചതിനു ശേഷം നല്ല ഫലം ലഭിച്ചു. മുമ്പ് ഞാൻ രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നു, പക്ഷേ അന്ന് അത്ര നല്ല വളർച്ച ഞാൻ കണ്ടില്ല. ഇലകളും ചെറുതായിരുന്നു, മരത്തിന്റെ വളർച്ചയും തൃപ്തികരമല്ലായിരുന്നു. എന്നാൽ അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം ഇലകൾ വലുതായി, നല്ല പച്ചപ്പോടെയാണ് അവ കാണപ്പെട്ടത്. ചെടിയുടെ വളർച്ചയും ശക്തമായിരുന്നു. മുമ്പ് തണ്ട് അത്ര വലുതായിരിക്കില്ലായിരുന്നു, ഇപ്പോൾ അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം തണ്ട് വലുതും ശക്തവുമായി വളർന്നിരിക്കുന്നു. നിങ്ങൾക്ക് അത് ഇവിടെ കാണാം. ഇലകൾ നന്നായി പടർന്നു പച്ചപ്പുള്ളതാണ്, വളർച്ചയും കൂടുതലാണ്. ഇപ്പോൾ വളർച്ച മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ മികച്ചതാണ്. മുൻപ് ഇലകൾ ചെറുതാണ്, ഇപ്പോൾ അവ വലുതാണ്. ആദ്യം ഞാൻ കൊക്കോമാക്സ് മരുന്ന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൈവശം വാഴത്തൈകളുണ്ടെന്ന്, അവയ്ക്കും കൊക്കോമാക്സ് ഉപയോഗിക്കാമോ എന്ന്. അന്ന് അവർ നിർദ്ദേശിച്ചത് കൊക്കോമാക്സ് ഉപയോഗിക്കരുതെന്നാണ്, വാഴപ്പഴത്തിന് അഭിമാൻ ഉപയോഗിക്കുക. അവർ പറഞ്ഞതുപോലെ ഉപയോഗിച്ചതിനു ശേഷം എനിക്ക് നല്ല ഫലങ്ങൾ ലഭിച്ചു. ഞാൻ 100 മില്ലി അഭിമാൻ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടിയുടെ ചുറ്റും ഒഴിച്ചു. അതിനുശേഷം തൈകൾ നന്നായി വളർന്നു. എല്ലാ കർഷകർക്കും ഈ മരുന്ന് സ്വതന്ത്രമായും ആത്മവിശ്വാസത്തോടെയും ഉപയോഗിക്കാം.